എന്താണ് ഇപ്പൊ പുതുമല്ലാന്ന് പറയുന്ന കടയില്? അതാണ് ഇഡ്ഡലി ദോശ വട ഇത് തന്നെയല്ലേ ഉള്ളൂ സ്ഥിരമായിട്ട്. ഹസ്ബൻഡ് മരിച്ചിട്ട് 4 വർഷമായി. അസുഖം വന്നിട്ട് മരിച്ചതാണ്. മുമ്പ് ബിൽഡിംഗ് കോൺട്രാക്ടർ ആയിരുന്നു, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നായിരുന്നു. പിന്നെ പെട്ടെന്ന് ഡൗൺ ആയി, അങ്ങനെ മരിച്ചു പോയതാണ്. പെട്ടെന്നൊരു ശൂന്യതയായി. അങ്ങനെ ശൂന്യതയായി. ഒരു വരുമാന മാർഗം തേടി അങ്ങനെ അലഞ്ഞപ്പോഴാണ് കട കിട്ടിയത്. ഉണ്ടായിരുന്നാണെങ്കിൽ ഇപ്പൊ ഈ ഒരു ഇതൊന്നും വരില്ലായിരുന്നു. എവിടേക്കും വിടാനയക്കില്ല, എവിടേക്കും പോകാനയക്കില്ല എന്നാട്ടാ. ഒരു മുൻപരിചയം ഇല്ലാണ്ട്, ഒരു ഹോട്ടലിന്റെ പാരമ്പര്യം ഇല്ല, വീട്ടിലാരും ഇങ്ങനെ ഒരു കട നടത്തി ശീലമില്ല. ഞാനാണ് ആദ്യമായിട്ട് തുടക്കം കുറിക്കുന്നത്. രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണ്. പിന്നിലും മുന്നിലും ആരും ഇല്ലാണ്ട്. ദോശയ്ക്ക് 10 രൂപ, ഇഡ്ഡലിക്ക് 8 രൂപ. ഓംലെറ്റും വേണം പറഞ്ഞാൽ ഓംലെറ്റ് കൊടുക്കും. പിന്നെ മുട്ടദോശ പറഞ്ഞാൽ മുട്ടദോശ ആക്കി കൊടുക്കും. വലിയ ലാഭം ഇല്ലെങ്കിലും ഈ ഫീൽഡിനോട് ഇഷ്ടം തോന്നിയിട്ട് ഇതിൽ തന്നെ പിടിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ്. ലാഭം കുറവാണ്. ആളുകൾക്ക് സേവനമാണ് മെയിനായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലാഭം കുറവാണ്. ഇത് ഇപ്പോൾ ഈ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൽ സാമ്പാറും ചട്നിയും ചമ്മന്തിക്കും ഒന്നും നമ്മൾ പൈസ വാങ്ങിക്കുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ നഷ്ടമാണ്. കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിറയെ ഉണ്ടാക്കണം. കുറച്ചുണ്ടാക്കിയ ചോറാണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ നഷ്ടമാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കണ പോലെയല്ലേ ഉണ്ടാക്കണത്. അതിൽ അപ്പോൾ എന്തായാലും നഷ്ടം വരും. കുറച്ചും കൂടിയൊക്കെ ആളുകൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ലാഭം ഉണ്ടാവും. പിന്നെ ഹോൾസെയിലായിട്ടൊന്നും സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടല്ല ചെയ്യുന്നത്. എല്ലാം ഇവിടെ തൊട്ടടുത്തുള്ള കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അവർ അതേ റേറ്റിനല്ലേ നമുക്ക് തരിക. അതൊന്നും ലാഭം. മക്കളാണ് മെയിനായിട്ട് ഹെൽപ്പിങ്. പിന്നെ ഓരോരുത്തർ വന്നിട്ട് വിളമ്പി കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റണില്ല എന്ന് പറഞ്ഞാൽ അവർ തന്നെ സ്വയം വിളമ്പി കഴിക്കും. ചിലപ്പോൾ ഉണ്ടാക്കി കഴിക്കും. ദോശ ഉണ്ടാക്കാൻ സഹായിക്കും, അതുപോലെ വിളമ്പി കൊടുക്കാൻ സഹായിക്കും. കുറച്ച് പേര് കൂടുതൽ വന്ന് പറഞ്ഞാൽ വിളമ്പി കൊടുക്കാൻ സഹായിക്കും. അങ്ങനെയൊക്കെ ചെയ്യും. ഹാപ്പി ആണോ വെച്ചാൽ വലിയ ഹാപ്പി ഒന്നും ഇല്ല. ഹാപ്പി പോലെ അങ്ങനെ ജീവിക്കുന്നു. തന്നെ എപ്പോഴും സങ്കടപ്പെട്ടിട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മള് ജീവിതം എന്തായാലും ഇങ്ങനെയായി. ഇനി അതിനെക്കുറിച്ച് ഇങ്ങനെ കുറെ ടെൻഷനൊന്നും അടിക്കണില്ല. അപ്പോൾ നമ്മൾ തന്നെ സ്വയം സന്തോഷം കണ്ടെത്തി അങ്ങനെ ജീവിക്കുന്നു. എന്തായാലും മുഖത്ത് ചിരി ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കുറച്ചു നാളായിട്ടുള്ള ചിരി വരാൻ തുടങ്ങിയിട്ട്. അതെയോ? ഈ കട തുടങ്ങി, ഗ്രൂപ്പ് തുടങ്ങി, അങ്ങനെയൊക്കെയാണ് ചിരിക്കാൻ തുടങ്ങിയത്. അതുവരെ ചിരി ഉണ്ടായിരുന്നില്ല. ഉള്ളിൽ കുറെ സങ്കടങ്ങളുണ്ട്, എന്നാലും ചിരി അങ്ങനെ വെളിയിൽ ഇങ്ങനെ വെറുതെ കാണിക്കുക. കരഞ്ഞിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ആരും നമ്മുടെ കരച്ചിൽ കാണാൻ നിൽക്കാനുള്ള സമയമില്ല. അപ്പൊ ചിരിയാണോ എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ ആ ചിരി മുഖത്ത് ഇങ്ങനെ പ്രതിഫലിപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് വിമല ചേച്ചിട്ടോ. ഈ സ്ഥലത്തിന്റെ പേരെന്താ? മുടപ്പല്ലൂര്. ഇവിടേക്ക് മുടപ്പല്ലൂര് എന്നല്ലേ പറയാ? മുടപ്പല്ലൂരിന്ന് നമ്മളെ മംഗലഡാം പോകുന്ന വഴി അല്ലേ? അപ്പൊ ചേച്ചി എന്തൊക്കെയാണ് ഇവിടുത്തെ ഫുഡുകളും കാര്യങ്ങളൊക്കെ? രാവിലെ ദോശ, ഇഡ്ഡലി ഇതുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ എണ്ണക്കടികൾ ഉണ്ടാവും. പിന്നെ എണ്ണക്കടികൾ ഉണ്ടാവും, വീണ്ടും എണ്ണക്കടികൾ ഉണ്ടാവും. പിന്നെ ഉച്ചക്ക് ചോറ് കുറച്ചു പേർക്ക് പറ്റും, കൂടുതൽ പേർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യമില്ല. അത് മുൻകൂട്ടി പറഞ്ഞവർക്കാണ് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ പറഞ്ഞവർക്ക് മാത്രം ചെയ്തു കൊടുക്കും. വീട് ഇവിടെ അടുത്തല്ല, കുറച്ച് ദൂരെയാണ് അല്ലേ? 20 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട്. പിന്നെ വൈകിട്ട് ഒരു 6:30 വരെ ഉണ്ടാവും. ദിവസം നടന്നാണ് വരിക? ദിവസം നടന്നു വരും. ശരി. വണ്ടി ഓടിക്കാൻ അറിയില്ല? ഓടിക്കാൻ അറിയില്ല. അപ്പൊ ദിവസം രാവിലെ വന്ന് ഇവിടെ നിന്നാണ് എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുക അല്ലേ? ഈ ചട്നി, സാമ്പാർ ഇതെല്ലാം ഇവിടെ നിന്ന് ഉണ്ടാക്കാം. എനിക്ക് ഈ ഫീൽഡിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒന്നും അറിയണ്ടായിരുന്നില്ല. ഞാൻ എല്ലാം യൂട്യൂബ് നോക്കി പഠിച്ചിട്ടാണ് ഓരോരുത്തർക്കും ഞാൻ ഉണ്ടാക്കി കൊടുത്തത്. അപ്പൊ അവർക്ക് ഒരാൾ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ പിന്നെ അങ്ങനെ എനിക്കത് കൂടുതൽ ചെയ്യണം തോന്നി. അങ്ങനെ ഞാൻ ഇതിൽ തന്നെ നിന്നു. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടൊന്നും അല്ല. ഈ ദോശ ഇഡ്ഡലിയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനം തന്നെയല്ലേ? എണ്ണക്കടികളൊന്നും എനിക്കറിയില്ല. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, വീട്ടിലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ദോശ ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ അത് ചെയ്യുമ്പോ ഓക്കെ, പക്ഷെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോ അത് അവർക്കും കൂടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവര് നമ്മളൊന്നും മക്കൾക്ക് കൊടുത്ത് അവര് അഭിപ്രായം പറഞ്ഞാല് നമ്മളത് പ്രശ്നമൊക്കെയില്ല. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോ അവരുടെ അഭിപ്രായത്തിനനുസരിച്ചിട്ട് നമ്മളത് ഉണ്ടാക്കി കൊടുക്കും. അവർക്ക് ഇഷ്ടപ്പെടണമെന്ന് തോന്നിയപ്പോ പിന്നെ അങ്ങനെ
തുടർന്ന് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ എണ്ണക്കടികൾ എന്തൊക്കെ ഉണ്ടാവുക? എണ്ണക്കടികള് പരിപ്പ് വട, പിന്നെ വാഴക്ക ബജി, ചെറിയ ഉള്ളിവട, പിന്നെ പഴംപൊരി, മുട്ട ബജി, അതൊക്കെ തന്നെയാണ്. ഇന്നിപ്പോ എന്താ ഉള്ളത്? ഇന്നിപ്പോ ഒന്നും ഉണ്ടാക്കാനുള്ള തുടങ്ങിയിട്ടില്ല, തുടങ്ങണം. ഉണ്ടാക്കുവോ? ഞങ്ങള് വെയിറ്റ് ചെയ്യാ. പരിപ്പ് വടക്ക് അരച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ പഴംപൊരിക്ക് കലക്കണം, പിന്നെ മുട്ട ബജി മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറും കൊണ്ട് 1 മണിക്കൂറും കൊണ്ടൊക്കെ സെറ്റ് ആവൂലേ? ആയിക്കോട്ടെ, ഞങ്ങള് കണ്ട് കഴിച്ചിട്ടാ പോണല്ലോ. ഇവിടെ വന്നപ്പോ ചേച്ചിന്റെ ചിരി കണ്ടപ്പോ ഞമ്മക്കും കൂടി ഭയങ്കര പോസിറ്റീവ് വൈബായി. കാരണം സ്ട്രഗിൾ ചെയ്തിട്ട് അതിൽ നിന്ന് മുന്നേറാനുള്ള ഒരു ഇതാണ്. അപ്പൊ അത് നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ മുടപ്പല്ലൂര് വണ്ടാഴി റോട്ടില് മംഗളഡാം റോട്ടിലാണ്. വിമലേച്ചിന്റെ ചെറിയൊരു കുഞ്ഞു കടയാണ് കേട്ടോ, ചെറിയൊരു സെറ്റപ്പിലുള്ളതാണ്. ഈ വഴി പോകുന്നവര് വരിക. ഇതിനു വേണ്ടി നിങ്ങൾ ദൂരം നിന്ന് വരണം എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഈ ചിരി കാണണമെങ്കിൽ നിങ്ങൾ ദൂരം നിന്ന് വന്നേ പറ്റൂ. അപ്പൊ ദോശ ചുടണം ഇനിയില്ലേ, ഇഡ്ഡലി ഉണ്ടാക്കണം, ചട്നി സാമ്പാർ ചമ്മന്തിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഇനി നമുക്കൊന്ന് കഴിച്ചു തുടങ്ങാം. അല്ലെ പരിപ്പോടെ ആയിട്ട് കഴിക്കാം അല്ലെ? പരിപ്പോടെ ആയിട്ട് കഴിക്കാം. ഇരിക്കും. അപ്പൊ നമ്മളെ വിമലേച്ചിന്റെ കുഞ്ഞു കടയാണ്, ചെറിയ സെറ്റപ്പിലാണ് കേട്ടത്. ഇത് സത്യത്തില് ഒരു ഹോട്ടൽ ലെവലിൽ ഉണ്ടാക്കിയതല്ല, അതൊരു മിൽമ ബൂത്തും ആ ഒരു ലെവലിൽ ചെയ്താണ്. അപ്പൊ കുറഞ്ഞ സ്പേസിൽ ഇരുന്ന് കഴിക്കുക, സമാധാനത്തോടെ കഴിക്കുക. അപ്പൊ കഴിക്കാൻ ഇന്ന് കമ്പനിക്ക് ആളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണ്ടാവില്ലേ? പേര് രഘുനാഥ്, പാലക്കാടല്ലേ? ഞാൻ ആരാ കേട്ടാ. സത്യത്തിൽ നിങ്ങൾ ഉണ്ണിക്കണ്ണന്റെ ആരാ? ഉണ്ണിക്കണ്ണന്റെ നല്ലൊരു സുഹൃത്താണ്. ബ്രദർ നല്ലല്ലോ? അല്ല. പിന്നെ കഴിക്കാൻ നമ്മളോട് ആകാശാണ്. ആകാശ് നമ്മളെ വിമലേച്ചിന്റെ ചെറിയ മോൻ. കഴിക്ക് തുടങ്ങി. സാമ്പാർ വേണ്ടേ? എന്റെ അമ്മ ഉണ്ടാക്കി സാമ്പാറാണ്, അടിപൊളി സാമ്പാർ. കഴിക്ക്. എത്ര പഠിക്കണ പറഞ്ഞ? 9. അപ്പൊ കഴിക്കാൻ പോവുകയാണ്. അപ്പൊ നല്ല സോഫ്റ്റ് ദോശ ഉണ്ടാവും. 2 ദോശ വന്നു, നല്ല നാടൻ ദോശയാണ്. അതെ അതെ, അങ്ങനെ മുക്ക തന്നെ. അപ്പൊ ദോശക്ക് 10 രൂപ. 2-3 ഐറ്റം സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു രസം പോലെ ഉണ്ട്. സാമ്പാർ ടേസ്റ്റ് ചെയ്ത് നോക്ക്. സാമ്പാർ രസം മിക്സ്ഡാ. അതെ. അപ്പൊ അതെന്തായാലും വ്യത്യാസമുണ്ട്. അപ്പൊ അത് എടുത്ത് നോക്കാം, ഇത്തിരി ഇളക്കി എടുത്ത് നോക്കാൻ. പരിപ്പ് മത്തൻ എല്ലാം ഉണ്ട്. എനിക്കൊന്ന് പുതിനയൊക്കെ ഇട്ടിട്ട്. അതെ അതെ. മല്ലിയിലൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഫീൽ ചെയ്യുന്നതാ. അടിപൊളിയാട്ടോ. പരിപ്പും മത്തനും ഒക്കെ കൂടിയിട്ട്. പരിപ്പ് പറഞ്ഞപ്പോഴാണ് പരിപ്പുവട കൊണ്ടുവന്നിട്ടില്ല. പരിപ്പുവട എടുക്കുകയും ചേച്ചി 3 ചൂട് പരിപ്പുവട. അതെ, അതും കൂടി കഴിച്ചാലേ ടേനാവുള്ളൂ. നല്ല മുളക് ചമ്മന്തി. ഇത് 2 ദോശ എന്നല്ല, ഒരു 6-7 ദോശ കഴിക്കും. നല്ല നൈസ് ദോശ. വന്നു നല്ല ചൂടോടെ പരിപ്പുവട വന്നിട്ടുണ്ട്. ചെറുത് പക്ഷെ ഫുഡ് വലിയ. അതെ, അത് അവരുടെ മനസ്സിന്റെ തെളിച്ചു ഈ ദോശയിലുണ്ട്. ചേച്ചി കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നാടൻ ഭക്ഷണങ്ങളൊക്കെ രാവിലെ നല്ല സമാധാനത്തിലും വയറിന് കേടില്ലാതെയൊക്കെ കഴിക്കണമെങ്കിൽ നേരെ നിങ്ങള് ഹൈവേയിലൊക്കെ പോകുമ്പോ ഒന്ന് തിരിഞ്ഞു വന്നോളി. അതെ, അധിക ദൂരമൊന്നുമില്ല. അതെ, ഈ മംഗലം ഡാം കാണാൻ പോവുകയാണെങ്കിൽ അതൊക്കെയാണ് ഏറ്റവും സെറ്റ്. മംഗലം ഡാം പോണ വഴി ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം ചേച്ചിക്ക് അതൊരു ഹെൽപ്പും കൂടി ആവും. അതെ, നിങ്ങളുടെ മാതിരി കുറെ ആളുകൾ വന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുറെ ആളുകൾക്ക് നല്ല മനസമാധാനവും സന്തോഷവും ജീവിതത്തിൽ ഒരു തെളിച്ചവും ഉണ്ടാവും. അതെ അതെ, എന്താ ഞാൻ പറഞ്ഞത്? സത്യം. ഉയർച്ച, തെളിച്ചത്തിന്റെ വേറൊരിതാണല്ലോ ഉയർച്ച അല്ലെ? തെളിച്ചം വരുമ്പോഴല്ലേ ഉയർച്ച അല്ലെ? അതെ. നീ പോകാൻ പറ്റേ ചായയും പരിപ്പോടിയും കഴിക്കണം. പരിപ്പോടി എടുക്ക്. എവിടേക്കാ ഓടുന്നു? ഇവരെ മിരട്ടണം തോന്നുന്നു. കഴിക്കണം. പരിപ്പോട വീഡിയോ എടുക്കുന്ന ആൾക്ക് കൊടുക്കണ്ടേ കണ്ട അവന്റെ മനസ്സ്. അവന് കഴിക്കും കേട്ടോ. നമ്മള് കഴിച്ചു കഴിഞ്ഞിട്ട് ആള് കഴിക്കും. ഓക്കെ, അപ്പൊ അവന് കൊടുക്കാം. നീ ഒന്ന് കഴിച്ചോ. അതിന് പിരിക്കി. എന്തായാലും ഞങ്ങൾ ഓരോ ദോശയും കൂടി വാങ്ങിയിട്ടുണ്ടാവും. അതെ, ആകാശം ദോശ നീ വേണ്ടത്. ആകാശം പരിപ്പോടെ കഴിക്കാൻ തുടങ്ങി. എന്താ വേണ്ടി? ചന്തമോളത്തെ സാമ്പാർ ഒഴിക്കി. ചട്നി വേണമേനെ? ചട്നി ഇത്തിരി വീത്തി. എത്ര വേണമെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് വെക്കട്ടോ. ആവശ്യത്തിനടുത്ത് കഴിക്കാം. അങ്ങോട്ട് മുതലാക്കരുത്. സാമ്പാർ കഴിക്കാൻ. അതെ, വരുന്നവരെടുത്ത് കഴിക്കുക. അതാണ് നല്ല ചില്ല് എന്നുള്ള പരിപ്പോട. മൊരിഞ്ഞ പരിപ്പോട പറയുന്നു. അതെ. മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. അതെ അല്ലേ? ചേച്ചിന്റെ പുഞ്ചിരി എന്ന് നിലനിർത്താൻ വേണ്ടിട്ട് ഈ വഴിക്ക് പോകുന്നവരൊക്കെ കഴിക്കുക. നല്ല ഭക്ഷണം കേട്ടോ. എന്തായാലും ഒരിക്കലെങ്കിലും വന്ന് നോക്കി.
ഇങ്ങനെയുള്ള കടകളും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് അതെ കൊടുക്കും. അതെ, നല്ല മനസ്സിന് നല്ല സന്തോഷമായില്ലേ, പിന്നെ തീർച്ചയായും. ടേസ്റ്റും ഉണ്ട്. പറയട ഉണ്ണിയില്ല, എല്ലാരും വരണട്ടോളി. അതാ പറയും. ഓക്കെ, എന്നാ ടാറ്റ കൊടുത്താ.